എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ബിജു സാറ് തലശ്ശേരിയിൽ നിന്ന് പോയ ബിജു സാറാണ്. നല്ല സൂപ്പർ സാറാണ്. അപ്പോൾ ജസ്ന താത്തേൻ്റെ കഥകളൊക്കെ അറിയുന്ന ഒരു സാറും കൂടിയാണത്. അതുകൊണ്ട് താത്ത അധികം അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. താത്തേൻ്റെ കേസ് ആദ്യം എടുത്തത് ഇവിടുന്ന് സാറ് തന്നെയാണ്, ബിജു സാറ്. ഇവിടുന്ന് കൊയിലാണ്ടി സ്റ്റേഷനിലേക്ക് മാറിയതാണ്. പിന്നെ താത്തി ഈ പറയുന്നതിന് താത്തി എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? താത്തേനെ പറ്റി വിമർശിക്കാൻ പല ആൾക്കാരുണ്ടാവും. താത്ത അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. കാരണം എന്തുകൊണ്ടാ? താത്ത കൊയിലാണ്ടി സ്റ്റേഷനെ പറ്റി ഒരു വീഡിയോ എടുത്തു, മുക്കി എത്രയോ സെക്കൻഡ് കൊണ്ട് അതങ്ങ് മുക്കി. എന്നിട്ട് കൊയിലാണ്ടി സ്റ്റേഷനിലെ ബിജു സാറ് ഭയങ്കര സാറാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. നാളെ കൊണ്ടാണ് ഇങ്ങനെയുടെ എന്തുവാടി നീയൊക്കെ ഇങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുക, ഏത് അസരല്ല ഇനി അംസയല്ല ആര് വന്ന് സംസാരിച്ചു കഴിഞ്ഞാലും നിനക്ക് മറ്റുള്ള ആൾക്കാരെ വിമർശിക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അത് നീ ആദ്യമായിട്ട് പഠിക്കുന്നതാണോ? യൂട്യൂബിൽ ഒരാൾ മാത്രമാണോ ഇങ്ങനത്തെ കണ്ടൻറ്റായിട്ട് വീഡിയോ ഇടുന്നത്? സകല ആൾക്കാർ നിന്നെ തെറി വിളിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ കാണുന്നുണ്ടല്ലോ ഓരോ ദിവസവും ഇടുന്നത്. പിന്നെ ഇന്ന് എന്ന് വെച്ചാൽ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അത് നീ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ മനസ്സിലാക്കും അതെന്തിനാ തിരക്ക് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കഴിയട്ടെ. ഇപ്പം ഹണി ട്രാപ്പിനെ കുറച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാനിപ്പം വന്നത്. അതായത് കൊയിലാണ്ടി സ്റ്റേഷനിൽ എന്തുകൊണ്ടാണ് മോൾക്കെതിരെ ആക്ഷൻ എടുക്കാത്തതെന്ന് അറിയില്ല മോളെ. എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത്? അവരെടുക്കൂല. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക? ഈ ബിജു സാറായിക്കോട്ടെ ഇനിയിപ്പോൾ ആരായിക്കോട്ടെ എല്ലാവർക്കും താത്തേനെ പറ്റി നല്ല അഭിപ്രായമാണ്. അടിപൊളി അഭിപ്രായമാണ്. നീ 5 സെക്കൻഡ് കൊണ്ട് മുക്കാൻ പറ്റുവാണെങ്കിൽ നീ ഉടനടി അപ്പാട് ബിജു സാറിനെ പറ്റിയിട്ട് നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർക്ക് നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ലേന്ന്. അയാൾ ഈ അംസയോ അല്ലെങ്കിൽ ഹസനോ എന്തെങ്കിലും സംസാരിച്ച പോലും വാട്സപ്പിൽ മെസ്സേജ്, നമുക്കല്ലേ എത്ര വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. ഈ വിമർശനങ്ങൾ നിങ്ങൾ പിണറായി വിജയനെ പറഞ്ഞ നിങ്ങൾ അച്ഛനെ ഞാൻ പറയുന്നൊക്കെ പറഞ്ഞാൽ എന്നോട് ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് വരുന്നതാണ്. ഇതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിരങ്ങി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ യോഗം ഇത് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. ഇനിയിപ്പം പറഞ്ഞുകൂടാ, ഇനി ഹസൻ എന്ന് പറയുന്ന അയാൾ ശ്രദ്ധിച്ചോ, ഇനിയിപ്പോൾ നിങ്ങൾ കയറി പിടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നാളെ കേസ് വേറെയാണ് കൊടുക്കുക. അതുകൊണ്ട് ഹണി ട്രാപ്പിലൊന്നും പെടാതെ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് ഹസന് അവരോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കേസ് കോംപ്രമൈസ് ചെയ്യാനൊന്നും ലക്ഷങ്ങൾ കാട്ടിയിട്ട് പേടിപ്പിക്കേണ്ട മുതലൊന്നുമല്ല. ആ മുതലിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഹണി ട്രാപ്പ് കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്ന വിധത്തിൽ നിങ്ങൾ നല്ലൊരു വക്കീലിനെ വെക്കുക. പിന്നെ ബിജു സാറിന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സാറ് തന്നെയാണത്. അദ്ദേഹത്തിന് നിങ്ങളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ബിജു സാറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ തന്നെ. നല്ല ബിഗ് സല്യൂട്ട്, അതായത് ആ മനുഷ്യന് ബിഗ് സല്യൂട്ട് തന്നെ പറയണം. കാരണം നല്ലൊരു മനുഷ്യൻ. നമ്മളെ തലശ്ശേരിയിലെ സ്റ്റേഷനിലായിരുന്നു, അങ്ങോട്ടേക്ക് കൊയിലാണ്ടിയിലേക്ക് ഇത് മാറിയതാണ്. അപ്പം തീർച്ചയായിട്ടും താത്തക്ക് മാത്രമല്ല പറയാനുള്ളത്, നിൻ്റെയൊക്കെ ഓരോ വീഡിയോ ഉണ്ടല്ലോ ആ സാറിന് നമ്മളൊന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അഭിപ്രായം ഒന്ന് സാറും കൂടി പറയട്ടെ, അതല്ലേ നല്ലത് അല്ലേ? എല്ലാവരെ കൊണ്ടും പറയുന്നത്, നീ ഒരാളെ കൊണ്ട് മാത്രം പറയുമ്പോൾ നിനക്കെന്താ ഇങ്ങനെ പൊള്ളുന്നത്? നീ നിന്നെപ്പറ്റി പറയുമ്പോൾ മാത്രം എന്താ നിനക്ക് ആത്മഹത്യ ഇത് തോന്നുന്നത്? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ, നമ്മളെ കൊണ്ടല്ലേ വൃത്തിയോട് നീ പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിനക്ക് പൊള്ളുക, ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ്. അതങ്ങ് പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ, നീ നിസ്കരിക്കുന്ന പള്ളി ഉണ്ടല്ലോ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ല? നീ മുസ്ലിംസിനെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെയും ഒരുപോലെ കളിയാക്കുകയും അതുപോലെ തന്നെ വൃത്തികേട് പറയുകയും എല്ലാം ചെയ്യുന്ന ഒരു വൃത്തികെട്ട ജന്തു തന്നെയാണ് നീ, ഹണി ട്രാപ്പുകാരി. അത് തന്നെ പറയാം. എന്നിട്ട് വലിയ മാന്യത ഇളക്കുന്ന ഇവിടെ വന്നിട്ട് നാണമുണ്ട് എനിക്കൊക്കെ പറയാൻ.